So in this video, we will be discussing about Raspberry Pi in IoT. So first of all, we can see the basics of Raspberry Pi in IoT. So Raspberry Pi is a low-cost mini computer. Raspberry Pi എന്ന് പറയുന്നത് ഒരു മിനി കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ലോ കോസ്റ്റും ആണ്, സാധാരണ ഒരു കമ്പ്യൂട്ടറിന്റെ വില വരുന്നില്ല. സോ നമുക്ക് റാസ്ബെറി പൈ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ റാസ്ബെറി പൈക്ക് ഒരു കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പ്യൂട്ടറിന് ജനറൽ പർപ്പസ് ടാസ്കുകൾ ചെയ്യാൻ സാധിക്കും. ജനറൽ പർപ്പസ് ടാസ്ക് എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാം, ഒരുപാട് മൾട്ടിപ്പിൾ ടാസ്കുകൾ നമുക്ക് കമ്പ്യൂട്ടർ വെച്ച് സാധിക്കും. ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് വെച്ച് ചെയ്യാൻ പറ്റും? റാസ്ബെറി പൈ വെച്ചിട്ടും ചെയ്യാൻ സാധിക്കും. അതിനു പുറമെ ഒരു എംബഡഡ് സിസ്റ്റത്തിന് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ആർക്ക് ചെയ്യാൻ സാധിക്കും? റാസ്ബെറി പൈന് ചെയ്യാൻ സാധിക്കും. എംബഡഡ് സിസ്റ്റം നമ്മൾ സാധാരണ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ സെൻസേഴ്സിനെ ഇന്റർഫേസ് ചെയ്യാൻ പറ്റും, നമുക്ക് എംബഡഡ് സിസ്റ്റത്തിൽ ആക്ച്വേറ്റേഴ്സിനെ ഇന്റർഫേസ് ചെയ്യാൻ പറ്റും, അല്ലെ? നമുക്കറിയാം, കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാൽ ഇതൊക്കെ പറയാം. LED ഇന്റർഫേസ് ചെയ്യാം, നമ്മൾ ഡിസ്പ്ലേസിനെ ഇന്റർഫേസ് ചെയ്യാറുണ്ട് അല്ലെ എംബഡഡ് സിസ്റ്റത്തിൽ. മോട്ടർ ഇന്റർഫേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ എംബഡഡ് സിസ്റ്റത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഇതൊന്നും ഇന്റർഫേസ് ചെയ്യാറില്ല, ഇല്ലല്ലോ. പക്ഷെ എംബഡഡ് സിസ്റ്റത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള സെൻസറുകളും ആക്ച്വേറ്ററുകളും നമ്മൾ ഇന്റർഫേസ് ചെയ്യാറുണ്ട്. ഈ റാസ്ബെറി പൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറിന്റെ ടാസ്കും ഈ റാസ്ബെറി പൈക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ എംബഡഡ് സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളും ആർക്ക് ചെയ്യാൻ സാധിക്കും? റാസ്ബെറി പൈക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് ചെയ്യാവുന്ന ജനറൽ പർപ്പസ് ടാസ്കും എംബഡഡ് സിസ്റ്റത്തിന് ചെയ്യാൻ സാധിക്കുന്ന ടാസ്കുകളും ഒരു റാസ്ബെറി പൈക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് റാസ്ബെറി പൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? റാസ്ബെറി പൈ ഈസ് എ മിനി കമ്പ്യൂട്ടർ. ഓക്കെ, ജനറൽ പർപ്പസ് ടാസ്ക് ദാറ്റ് ക്യാൻ ബി ഡൺ വിത്ത് എ കമ്പ്യൂട്ടർ ആസ് വെൽ ആസ് എംബഡഡ് സിസ്റ്റം ടാസ്ക് ബോത്ത് ക്യാൻ ബി ഡൺ വിത്ത് ദ യൂസ് ഓഫ് എ റാസ്ബെറി പൈ എന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ Raspberry Pi runs on various variants of Linux. അതായത് ലിനക്സിന്റെ പല വേരിയൻസ് ഉണ്ട്. ഫെഡോറ, ഉബുണ്ടു, ആർക്ക്, ഡെബിയൻ ആൻഡ് പോപ്പ്, ഇതൊക്കെ ലിനക്സിന്റെ പല വേരിയൻസ് ആണ്. ഈ ഡിഫറെന്റ് വേരിയൻസസ് നമുക്ക് റാസ്ബെറി പൈയിൽ OS ആയിട്ട് റൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ റാസ്ബെറി പൈ റൺസ് വേരിയസ് ഫ്ലേവേഴ്സ് ഓഫ് ലിനക്സ് ജസ്റ്റ് ലൈക്ക് ഫെഡോറ, ഉബുണ്ടു, ആർക്ക്, ഡെബിയൻ ആൻഡ് പോപ്പ് എന്ന് പറയാം. അതായത് വേറെ ഒന്നുമല്ല, ദർ ആർ ഡിഫറെന്റ് വേരിയൻസ് ഓഫ് ലിനക്സ് ദാറ്റ് ക്യാൻ ബി റൺ ഓൺ റാസ്ബെറി പൈ. റാസ്ബെറി പൈയിൽ നമുക്ക് ലിനക്സിന്റെ പല വേരിയൻസിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റാസ്ബെറി പൈ അലൗസ് ഇന്റർഫേസിംഗ് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ് ത്രൂ ജനറൽ പർപ്പസ് IO പിൻസ്. അത് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു വെച്ചു, അതൊന്ന് പോയിന്റ് ആയിട്ട് എഴുതിക്കുന്നു. അപ്പൊ എന്താ നമ്മൾ പറയുന്നത്? ജനറൽ പർപ്പസ് IO പിൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ ഒരു കൺട്രോളറുള്ള പോലെ തന്നെ ജനറൽ പർപ്പസ് IO പിൻസ് ഉണ്ടായിരിക്കും റാസ്ബെറി പൈയിൽ. ആ IO പിൻസ് വഴി നമുക്ക് എന്തിനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും, ഇന്റർഫേസ് ചെയ്യാൻ പറ്റും? റാസ്ബെറി പൈയിലേക്ക് സെൻസേഴ്സിനെയും ആക്ച്വേറ്റേഴ്സിനെയും കണക്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അവിടെ ഒന്ന് നോക്കി വെക്കുക, മറ്റൊന്നല്ല, ഇറ്റ് ക്യാൻ ഓൾസോ പെർഫോം ജനറൽ പർപ്പസ് ടാസ്ക് ദാറ്റ് ക്യാൻ ബി ഡൺ ബൈ എ കമ്പ്യൂട്ടർ. ജനറൽ പർപ്പസ് ടാസ്കിന് വളരെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് ഇന്റർനെറ്റിന്റെ യൂസേജ് അല്ലെ, ഇന്റർനെറ്റിന്റെ യൂസേജ് റാസ്ബെറി പൈ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു നേരത്തെ ലിനക്സിന്റെ ഉബുണ്ടു അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു OS നമുക്ക് ഏതെങ്കിലും ഒരു വേരിയന്റ് ഓഫ് ലിനക്സ് നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു OS കൂടെ നമുക്ക് എന്തിലേക്ക് ആക്സസ് ചെയ്യാം? ഇന്റർനെറ്റിലേക്ക് ആക്സസ് എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിൽ സാധാരണ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെ തന്നെ ഗൂഗിൾ സെർച്ചോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ റാസ്ബെറി പൈ വെച്ച് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ റാസ്ബെറി പൈയിലത്തെ ലിനക്സ് OSന്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്കിവിടെ എന്താ മനസ്സിലായത്? നമുക്ക് എംബഡഡ് സിസ്റ്റത്തിൽ ചെയ്യുന്ന ഇന്റർഫേസിംഗ് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സും ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്നത് റാസ്ബെറി പൈയുടെ ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് വഴിയാണ് നമ്മൾ ഇന്റർഫേസിംഗ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിന് ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ ജനറൽ പർപ്പസ് ടാസ്കുകൾ, അതായത് ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുക, അങ്ങനെയുള്ള മൾട്ടിപർപ്പസ് ടാസ്കുകളും റാസ്ബെറി പൈക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റാസ്ബെറി പൈ സപ്പോർട്ട്സ് മെനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. സോ ഡിഫറെന്റ് ലാംഗ്വേജസ് ആർ സപ്പോർട്ടഡ് ബൈ റാസ്ബെറി പൈ. ഏതൊക്കെ ലാംഗ്വേജസ് ആണ് എന്ന് നമുക്ക് നോക്കാം. പൈത്തൺ, സ്ക്രാച്ച്, C++, HTML, ജാവ, ജാവാസ്ക്രിപ്റ്റ്, jQuery, LangPerl, etc.
So these are some different programming languages which are supported by Raspberry Pi. എന്ന് നമുക്ക്